തംബ്നെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആസാദ് നൂർ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം നമ്മളൊരു ലൈവ് നടത്തിയപ്പോൾ ചില വ്യക്തികളെയൊക്കെ നമ്മൾ ഓൺലൈൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് പല ആളുകളും പറയുന്നുണ്ട്, ആസാദ് നൂറിനെ ഒന്ന് കൊണ്ടുവരൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്യൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കേട്ട ഈ വിവരം, അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരു വാർത്ത. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ അത് ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ നമ്മളെ ചാനലിനെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക. ഈ ആക്ടിവിറ്റിയെയും ഈ ഒരു ആക്ടിവിസത്തെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ ആസാദ് നൂറിൻ്റെ വിഷയം പറയുമ്പോൾ അതിൽ ഞാൻ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു വാദം അതിവിടെ ബലപ്പെടുന്നു. ഇത് കുറേ നാൾ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചിട്ട് ഒരു വീഡിയോ, ഇതുപോലെ പല വീഡിയോകളിൽ ഞാനിത് പരാമർശിക്കാറുണ്ട്. എന്തുകൊണ്ടാണത് ബലപ്പെടുന്നത്, എന്താണ് ആ വാദത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് പലതവണ നമ്മൾ പറയാറുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഖാൻ മായിട്ട് നടത്തിയ ചർച്ചയിൽ പോലും അദ്ദേഹം വലിയൊരു ആരോപണമായിട്ട് ഉരുട്ടിക്കൊണ്ട് വന്ന സാധനം ഇത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന് മുന്നേ ഒരു അപ്പോസ്ട്രോഫി ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി അത് കണ്ടിട്ടില്ല. തംബ്നെയിൽ കണ്ട് വിറളി പൂണ്ട് ഞാൻ പറയുന്ന സംഗതികൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ആണ് ഇത്തരം ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്ന് പറയുമ്പോൾ, ഇത്തരം ആളുകളിലൂടെ മുന്നോട്ട് വെക്കപ്പെടുന്ന യുക്തിവാദം അത് യുക്തിവാദമായിരിക്കില്ല, അത് മറ്റെന്തെങ്കിലും ആയിരിക്കുമെന്നേ എനിക്ക് പറയാനുള്ളൂ എന്നതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. പക്ഷേ നമുക്ക് ഈ വിഷയങ്ങൾ പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരം തംബ്നെയിലുകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആ വാക്യങ്ങളും അവിടെ ചേർക്കുന്നത്, അത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നിൽ അത് സത്യത്തിൽ ഇന്നിപ്പോൾ ഇങ്ങനെ ഇതെടുത്ത് പറയേണ്ട ഒരു ആവശ്യം പോലുമില്ല. പക്ഷേ ആസാദ് നൂറിൻ്റെ വിഷയം വരുമ്പോൾ അത് പറയാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് ഇവിടെ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചിത്രത്തിൽ അബ്ദുള്ള അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ആ സമയമാകുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ അത് മുഖം നിങ്ങളുടെ മനസ്സിലൊന്ന് വരുന്നത് നന്നായിരിക്കും. ഇത് സംബന്ധിച്ചൊരു വീഡിയോ കുറേ കാലം മുന്നേ ഞാൻ ചെയ്തതുണ്ട്. ഒരു ജനം ടി വിയിൽ ചർച്ചയിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്തായാലും ആ വീഡിയോ കാണേണ്ട ആളുകൾക്ക് വിശദമായി അതിൽ നിങ്ങൾക്ക് കാണാം. നമുക്ക് നമ്മുടെ বিষয়টিতে പോവാം। অনেকেই আমাকে আসিফ মহিউদ্দিন ভাইয়ের স্ট্যাটাস দেখে আমাকে ফোন করছেন এবং এটা পরিষ্কার করা জরুরি যে হ্যাঁ, আমার উপর অ্যাটাক হয়েছে খুব মারাত্মকভাবে এবং আমি যে দেশে থাকি সেখানকার একজন ট্যাক্সি ড্রাইভার, তিনি মুসলিম ছিলেন। তিনি আমার কাছে মনে হচ্ছে তিনি আমাকে চিনতে পেরেছেন এবং তিনি প্রথমে বুঝতে পারেননি হয়তো, বা বুঝেননি বা আমাকে বোঝাতে দেননি। মাঝপথে তিনি আমাকে നാമിয়ে দিতে চেয়েছিলেন এবং তিনি আমার কাছ থেকে যা ഫെയർ ছিল താർ ഓക്കെ, ബംഗ്ലാദേശി ആയതുകൊണ്ട് ബംഗ്ലാ ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നേരിട്ട് ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ നമ്മളുടെ നാട്ടിൽ ഒരു ചർച്ചയായി ഇതൊരു പത്രവാർത്തയാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആക്രമിച്ചത് മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെയാണ്, മുസ്ലിങ്ങൾ ആയതുകൊണ്ട് തന്നെയാണ്, ഇത് ഇസ്ലാമിൻ്റെ ഭാഗത്തുള്ളൊരു പ്രശ്നമായതുകൊണ്ട് തന്നെയാണ്. ഇത് ആർക്കും അത്ര വലിയ ശ്രദ്ധയൊന്നുമില്ല. ഇദ്ദേഹത്തെ ആക്രമിച്ചത്, ഇദ്ദേഹം ഒരു മുസ്ലിമും ഇദ്ദേഹത്തെ ആക്രമിച്ചത് ഒരു ഇവിടുത്തെ ഒരു സംഘിയുമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഇരട്ടത്താപ്പും ഈ പ്രശ്നങ്ങൾ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇത് ഒരു ചർച്ചയ്ക്കെടുക്കാനോ പോലും, ഇതല്ലെങ്കിൽ ഇതൊരു പത്രമാധ്യമ ശ്രദ്ധ വരുന്ന രീതിയിലേക്ക് വരാനോ പോലും സാധിക്കാത്ത രീതിയിൽ ഒതുക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു. എന്താ കാരണം? അത് മുസ്ലിങ്ങളാണ്, അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ അവർ വേട്ടയാടപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത, അതിനപ്പുറം നിൽക്കുന്ന ന്യൂനപക്ഷം എന്ന് അവർ തന്നെ വിളിക്കുന്ന ഈ ഒരു 10-20% ഈ വരുന്ന മുസ്ലിം ജനത, ഈ ന്യൂനപക്ഷമായിരിക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഇടയിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇദ്ദേഹം തൻ്റെ മറ്റ് ചില ജോലിയുടെ കാര്യത്തിൻ്റെയൊക്കെ ആവശ്യമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു സിനിമാറ്റോഗ്രാഫറാണ്. അതായത് നമ്മളുടെ മൂവിയിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ഇൻട്രസ്റ്റ്, അതിൽ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന വഴിക്ക്, ഇന്ത്യയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, മറ്റ് ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, വേണ്ടപ്പെട്ട ആളുകൾക്ക് അത് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് അദ്ദേഹം ഒരു ടാക്സി വിളിക്കുന്നു. ആ ടാക്സി വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ
മൊബൈലിൽ ഈ ഊബർ ഓല വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആരാണ് വരുന്നത്, ഏതാണ് വണ്ടി, എന്താണ് നമ്പർ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞപ്പോൾ ആ നമ്പർ കണ്ടപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ അതിനകത്ത് പേര് കണ്ടപ്പോൾ തന്നെ ഒരു സംശയം. പോട്ടെ, എന്തായാലും ഇതുവരെ കുറേ നാളുകളായി ഇന്ത്യയിൽ ജീവിക്കുന്നു, 5-6 വർഷത്തോളമായി ഇന്ത്യയിൽ ജീവിക്കുന്നു, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊരു കാര്യത്തിൽ, മുസ്ലിങ്ങളല്ലേ, എല്ലാ മുസ്ലിങ്ങളും പ്രശ്നക്കാരൊന്നും അല്ലല്ലോ, അവരെ നമ്മൾ അങ്ങനെ സംശയിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അദ്ദേഹം ഒന്നും നോക്കിയില്ല, ആ വണ്ടിയിൽ കയറി അദ്ദേഹം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ഇദ്ദേഹത്തിന് പോകേണ്ട ലൊക്കേഷനിലേക്ക് പോകാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ അറിയാലോ, ഊബറിൽ യാത്ര ചെയ്തിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും, ഓല അതിനകത്തൊക്കെ നമ്മളുടെ ടേക്ക് ബീർ, ഓല ഊബർ എന്ന് പറയുന്നതിൽ ഓല ഊബർ. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് തന്നെയും കൊണ്ട് എന്തോ പണി ഒപ്പിക്കാനുള്ള പരിപാടിയാണ്. കാരണം അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്നു ഇത് ആസാദ് നൂറാണ് എന്ന് ഈ ഡ്രൈവർക്ക്. അങ്ങനെ ആസാദ് നൂറിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആ ശ്രമം ഇദ്ദേഹം ചെറുക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇത് ശരിയല്ല, എനിക്ക് പോകേണ്ട സ്ഥലത്തേക്കല്ല നിങ്ങൾ പോകുന്നത്, നിങ്ങൾ വഴി തെറ്റിയാണ് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അത് ഒന്ന് മാറ്റുന്നു. അങ്ങനെ എത്തുന്ന സ്ഥലം എത്തിയപ്പോൾ അവിടെ ഇറങ്ങാൻ നേരത്ത് പൈസ കൂടുതൽ ചോദിക്കുന്നു. എന്നാലും വേണ്ടില്ല, ഇത് പന്തികേട് തോന്നിയതുകൊണ്ടും വലിയ ആ ഒരു സമയത്ത് പുലർച്ചെ നേരം വെറുതെ കച്ചറയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോദിച്ച പൈസ, ഡബിൾ പൈസ ചോദിച്ചത് അതെടുത്ത് കൊടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്നും ഇദ്ദേഹത്തെ പിടിക്കുന്നു, ആക്രമിക്കുന്നു. ഇതാണ് സംഭവം. അപ്പോൾ അദ്ദേഹം എന്താണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധമെന്നോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള രീതികളെന്നോ അറിയാൻ ഒരു സാധ്യതയില്ലാത്തതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഫോൺ എടുക്കുന്നു, വീഡിയോ പകർത്താൻ നോക്കുന്നു, അപ്പോഴേക്കും വീണ്ടും ആക്രമിക്കാൻ നോക്കുന്നു, ഓടുന്നു. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെയാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത്. നേരിട്ട് ഫോൺ വിളിച്ചപ്പോഴും പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്. അദ്ദേഹത്തിന് കൈക്കൊരു ചെറിയ പരിക്കുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് ഹോസ്പിറ്റലായി. താമസിക്കുന്ന സ്ഥലത്ത് BJP ഇതര ഒരു സർക്കാരാണ്. ഏതാ സ്ഥലം എന്ന് നിങ്ങളിനി ഊഹിക്കുക. കാരണം ഇന്നിപ്പോൾ അത് പറയുമ്പോൾ പ്രശ്നമാണ്. കാരണം BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾ വളരെ കുറവാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു സംസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പോലീസുകാർ ഇന്നിപ്പോൾ ഇദ്ദേഹമാണ് വലിയ കുഴപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാൻ സൈബർ പോലീസിൽ കേസ് കൊടുത്തപ്പോൾ കാക്കാൻ എൻ്റെ ലൊക്കേഷനൊന്നും അറിയില്ല, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ പോലീസുകാരൻ എൻ്റെ എല്ലാ ഡീറ്റെയിലും അറിയാം. പോലീസുകാരൻ എന്നെ വിളിച്ച് 1 മണിക്കൂറോളമാണ് തർക്കിച്ചത്. അവസാനം ഞാൻ വിചാരിച്ച് ഈ കാക്കാൻ എന്നെ തട്ടുന്നതിനേക്കാളും ഈ പോലീസുകാരൻ വന്ന് എന്നെ തട്ടുമോ എന്നാണ് ഞാൻ ശങ്കിച്ചു പോയത്. അത്രയ്ക്ക് തീവ്രമായിരുന്നു നമ്മളുടെ പച്ച പോലീസിൻ്റെ ആ ഒരു പ്രകടനം. സമാനമായ രീതിയിൽ ഇദ്ദേഹത്തെ കാണാൻ വരുന്ന ആ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പോലും പെരുമാറുന്നത് ഇദ്ദേഹം എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിലാണ് സംസാരവുമെല്ലാം. പക്ഷേ അറിയാം, ഇദ്ദേഹം ഒഫീഷ്യലി തന്നെ ബെയിൽ ഡോക്യുമെൻ്റൊക്കെ വെച്ചിട്ട് തന്നെയാണ് ബംഗ്ലാദേശി ആണെങ്കിലും ഇവിടെ ചില ഡോക്യുമെൻറ്റ്സിൻ്റെ ബലത്തിൽ ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഇതുപോലുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊന്ന് ആലോചിക്കുക. ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിം എന്ന് ധരിച്ച് സാമാന്യമായ ജീവിതം കണ്ടെത്തുന്നതിന് വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു മുസ്ലിം അല്ലേ, അവൻ വണ്ടി ഓടിക്കുന്നല്ലേ, ടാക്സി ഡ്രൈവറല്ലേ എന്ന് വിചാരിച്ച് അവനിലൊരു തീവ്രവാദിയെ കാണാതെ അവൻ്റെ കൂടെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ആ മുസ്ലിം പെട്ടെന്ന് അവൻ ഒരു അഴകുഴമ്പൻ മുസ്ലിം അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് മുസ്ലിം എന്നുള്ളതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു തീവ്രവാദി മുസ്ലിമായിട്ട് മാറുന്നു, ആക്രമിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇത് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് പിന്നെ എന്താ പറയാനുള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു മുസ്ലിമായിട്ടുള്ള വ്യക്തി പാൽക്കാരനാവാം, പത്രക്കാരനാകാം, പോസ്റ്റ്മാൻ ആകാം, അതല്ലെങ്കിൽ ഇതുപോലെ ഓല ഊബർ ഡ്രൈവർമാരാകാം, അതുമല്ല ഇനി വേറെ ആര് തന്നെയാകാം. അങ്ങനെ വരുന്നൊരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നുപെടുമ്പോൾ അവൻ മുസ്ലിം നാമധാരിയാണ് എന്നുണ്ടെങ്കിൽ അവൻ തീവ്രവാദിയാണോ, അവൻ തീവ്രവാദി അല്ലാത്തവനാണോ, അവൻ ഒരു സാധാരണ വിശ്വാസിയാണോ അല്ലാത്തവനാണോ, ഇതൊക്കെ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ള ചോദ്യം ഇതിവിടെ ബലപ്പെടുകയാണ്, പ്രസക്തമാവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞ ചോദ്യവും ഇവിടെ ബലപ്പെടുന്നത്. മുസ്ലിങ്ങളാണോ, മുസ്ലിം നാമധാരിയാണോ, അവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്ന വാദം ബലപ്പെടുത്തുന്നു മുസ്ലിങ്ങൾ തന്നെ. എങ്ങനെ? ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കെടുത്തും അത് തന്നെ ഇതൊരു തൊഴിലാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണുക. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച വ്യക്തി ഹിസ്ബുത്ത് തഹരീറിൻ്റെ അബ്ദുൽ വാഹിദ് ഷൈബ ഒരു സമാനമായ രീതിയിൽ ഒരു ഡോക്ടറായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. GP ആയിട്ട് NHSൽ ഒരു ജോലി ചെയ്യുന്ന ഡോക്ടർ
രാവിലെ 9 മണി മുതൽ 5 മണി വരെ നല്ല ഡോക്ടർ സ്റ്റെത്തൊക്കെ തൂക്കി നടക്കും. വൈകിട്ടാകുമ്പോൾ സ്റ്റെത്തൊക്കെ അങ്ങ് മാറ്റിയിട്ട് നമ്മളെ ബിൻ ലാദൻ സ്റ്റൈലിൽ കയ്യിൽ തോക്ക് മാത്രം ഇല്ലാന്നേ ഉള്ളൂ. പറയുന്നത് വായിലൂടെ പുറത്തേക്ക് ഒഴുകുന്നത് ജിഹാദും ഷരിയ ഫോർ UK ഇത് മാത്രമാണ് വായിലേക്ക് പിന്നെ വരുന്നുള്ളൂ. പുറത്തേക്ക് ഒഴുകുന്നത് ഈ തീവ്രമായ കാര്യങ്ങളാണ്. ജിഹാദാണ് പുള്ളി വിളിച്ചുകൊണ്ടിരുന്നത്, തീവ്രവാദത്തിനാണ് കോപ്പ് കൂട്ടിക്കൊണ്ടിരുന്നത് എന്ന് അറിയുന്നു, പിടിക്കപ്പെടുന്നു. ജൂതവിരുദ്ധത പച്ചയ്ക്ക് പറഞ്ഞത് അവിടെ കൈയോടെ പിടികൂടപ്പെടുന്നു. അദ്ദേഹം ഇന്ന് അവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മളുടെ ഇടയിൽ ജീവിച്ചിരുന്ന, എന്നെ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ഇന്നൊരു തീവ്രവാദിയാണ് എന്ന് ഞാൻ അറിയുമ്പോൾ, ഞാനൊരു അമുസ്ലിമായിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൂടെ പോകുന്ന ചിന്ത എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുക. എനിക്ക് മുഹമ്മദ് ഖാനോടും ചോദിക്കാനുള്ളത് അത് മാത്രമാണ്. ഇതൊന്നും അറിയാതെ, ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ വെറുതെ ചാപ്പയടിച്ച് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളങ്ങനെ ചാപ്പയടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഈ പണി നിർത്താൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ തെളിയിക്കുക. ഞാൻ പറഞ്ഞത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ശരിയല്ല, ഇതല്ല ശരി, ഇന്നതാണ് ശരി എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. അതല്ലാതെ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വേറൊരാൾ പറയുമ്പോഴോ, അതല്ലെങ്കിൽ നിങ്ങളെക്കാൾ നന്നായിട്ട് വേറൊരാളെങ്കിലും പറയുമ്പോൾ അത് കണ്ടിട്ട് എന്തു തന്നെ വല്ല പെരുന്തച്ചൻ കോംപ്ലക്സ് കൊണ്ടോ എന്തു തന്നെ കാരണമായാലും അതുകൊണ്ടൊന്നും ഈ പണി നിർത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമായിട്ടേ നമ്മളതിനെ കാണുന്നുള്ളൂ. അത് നിങ്ങളുടെ കാഴ്ചപ്പാട്, അത് അങ്ങ് മാറ്റി വെക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ പിന്നാലെ കൂടിയിട്ട് നിങ്ങൾ വെറുതെ സമയം മെനക്കെടുത്തരുത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിലും നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇവിടെ അന്ന് പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ട ഒരു ഗതികേട് ഇവിടെ ഉണ്ടാക്കി വെക്കുന്നു. സത്യത്തിൽ ഇത് പറയണമെന്നൊന്നും നമുക്കൊരു ആഗ്രഹമില്ല. ഇന്ന് മറ്റു വിഷയങ്ങൾ പറയാനിരുന്ന ആളുകളാണ്, പക്ഷേ നമ്മളെക്കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു. അപ്പോൾ ഈ ആസാദ് നൂറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ പേഴ്സിക്യൂഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിനകത്ത് വളരെ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ നിങ്ങൾക്ക് കാണാം, വിശദമായിട്ട് തന്നെ വായിക്കാം. ബംഗ്ലാദേശിയാണ്, അങ്ങനെ പല പല കാര്യങ്ങൾ, അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ. ബംഗ്ലാദേശിൽ താമസിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു, ജയിലിലാകുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. അങ്ങനെ വീണ്ടും ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇന്ത്യയിൽ അദ്ദേഹം എത്തുന്നു, ഇവിടെ പിന്നെ വീണ്ടും കുറച്ച് നാൾ ഒളിവിൽ താമസിക്കുന്നു. അവിടുന്ന് പിന്നെ ഔദ്യോഗികമായിട്ട് പേപ്പർ വർക്കൊക്കെ നടത്തി ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അദ്ദേഹത്തെയാണ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങൾ പോലും നടത്തിയത്. പക്ഷേ അന്ന് ചില കാരണങ്ങൾ കൊണ്ടത് മുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും കാര്യമായിട്ട് തന്നെ അത് ആലോചിച്ച് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ എക്സ് മുസ്ലിം സംഘടനയുടെയും അതുപോലെ തന്നെ ഇപ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൻസ്, ഇപ്പോൾ അന്ന് ഇദ്ദേഹത്തിനെ നമ്മൾ കണക്ട് ചെയ്തത് തന്നെ ഏത്തീസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന, നോൺ റിലീജിയസ് സിറ്റിസൻസ് എന്ന് പറയുന്ന നമ്മൾ നേതൃത്വം കൊടുക്കുന്ന സംഘടന, ആ ഒരു സംഘടനയുടെ ഒരു അഫിലിയേറ്റ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മളാണ് ഇടപെടുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് വരികയും അതിനു വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു വെക്കുകയും ചെയ്തു. അതിപ്പോഴും ഓപ്പൺ തന്നെയാണ്. ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാമെന്ന് തന്നെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇങ്ങനൊരു അറ്റാക്ക് വിഷയമൊക്കെ വന്നതുകൊണ്ട് മിക്കവാറും അത് ഇനി വീണ്ടും എടുക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ആ ഒരു ഘട്ടം വരുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് എന്തെങ്കിലും വേണ്ടി വന്നാൽ, സാമ്പത്തികമായിട്ടുള്ളതോ എന്തു തന്നെയായാലും അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് വീണ്ടും ഞാൻ ആ വിവരവുമായിട്ട് വരും. അന്നേരം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സഹായം, സാമ്പത്തികമായിട്ടുള്ളതും അല്ലാതെയും പറ്റുമെങ്കിൽ നമ്മുടെയൊക്കെ ആരുടെയെങ്കിലൊക്കെ വീടുകൾ ഇദ്ദേഹത്തിന് കുറച്ച് ഒന്ന് താമസിക്കാനെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് വന്നാൽ നമുക്ക് വാടകയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഘൂകരിച്ച് മുന്നോട്ട് വരാൻ കഴിയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചിലവുകൾ, കാരണം ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് നമ്മൾ കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കുറേ നാൾക്ക് മുന്നേ ഇങ്ങനെ നിങ്ങൾ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചതായിരുന്നു ഈ വിഷയം വന്നപ്പോൾ. പക്ഷേ ആ പേപ്പർ വർക്കും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്നിപ്പോൾ അത് പറയാനൊരു അവസരം വന്നതുകൊണ്ട് ഞാനത് പറയുകയാണ്. ഇദ്ദേഹം കേരളത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം വന്നാൽ നമ്മളുടെ പൂർണ്ണ പിന്തുണ, പൂർണ്ണ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായം അത് നമ്മൾ കൊടുക്കാൻ നമ്മളേതായാലും സംഘടന എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നൊരു ധൈര്യത്തിലാണ് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങളുടെ പിന്തുണ ഞാൻ അവിടെ കാംക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് വായിക്കാം. ലോക്കൽ പോലീസ് ഫ്രീക്വൻറ്റ്ലി സെർച്ച് ഫോർ അവർ ഹൗസ് ഇൻ ബംഗ്ലാദേശ് ടു ട്രൈ ആൻഡ് അറസ്റ്റ് മീ. മൈ ഫാമിലി ഹാസ് ബീൻ പേയിങ് ദ പ്രൈസ് ഫോർ മൈ ആക്ടിവിസം. അപ്പം ആളുകൾ ചോദിക്കാറുണ്ട് ആക്ടിവിസം എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. എന്നോടും പണ്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, വീട്ടുകാർ ചോദിച്ചിട്ടുള്ളത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, നിൻ്റെ തൊഴിൽ നോക്കി ജീവിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ എൻ്റെ ഭാര്യ വീട്ടുകാർ ഇതേപോലെ വലിയ തോതിൽ വളഞ്ഞു വെച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട്
നമ്മളുടെ നെൽസൺ മണ്ടേല പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഗാന്ധിജി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും പല ആളുകളും ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇങ്ങനെയായിരുന്നു അവരുടെ വീട്ടുകാർ ചോദിച്ചത്, വേറെ പണിയൊന്നുമില്ലേ, നിങ്ങൾക്ക് ഈ പണി നോക്കി വീട്ടിലിരുന്നാൽ പോരെ എന്ന ചോദ്യമാണ് അന്നൊക്കെ എല്ലാവരും അവരോടൊക്കെ ചോദിച്ചത്. അത് കേട്ട് അവരവിടെ ഇരുന്നു എന്നുണ്ടെങ്കിൽ പല ആളുകളും അംബേദ്കർ ആവാം, ആരും ആവാം, ഓരോ ആളുകൾക്ക് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ അവരാൽ ആകുന്ന കാര്യങ്ങൾ അത് ചെയ്തു വെക്കുക, സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഗുണമാവുകയാണെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോൾ പല നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെക്കൊണ്ട് ബെയർ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണല്ലോ നമ്മൾ ബെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയെ വിട്ട് നിൽക്കേണ്ടി വരുന്നു, അതല്ലെങ്കിൽ ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഫേസ് ചെയ്യേണ്ടി വരുന്നു, പല പ്രശ്നങ്ങൾ. അത് എല്ലാ ആളുകൾക്കും അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എന്നാൽ പറ്റുന്ന ആളുകൾ അത് ചെയ്യട്ടെ. അങ്ങനെ വരുന്ന സമയത്ത് അതൊരു സോഷ്യൽ ഒരു ഔട്ട്കം അവിടെ ഉണ്ടാകുന്നത്, ഒരു മാറ്റം കാണുമ്പോൾ അതൊരു നിർവൃതിയാണ്, സന്തോഷമല്ല, ആനന്ദമൊന്നുമല്ല. അത് കാണുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു കുളിർമ, നമ്മൾ ജീവിക്കുന്ന സ്ഥലം അത് നമുക്കും മെച്ചം, വരാനിരിക്കുന്ന ആളുകൾക്ക് മെച്ചമായി മാറുന്നു എന്ന് കാണുമ്പോഴുണ്ടാകുന്ന ഒരു നിർവൃതി, അതാണ് അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ അത് ചെയ്യുന്നതിലൊരു ആനന്ദം എന്നുള്ളതല്ല അതിനകത്ത് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ആത്മരതിയല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചു ചോദിച്ചാൽ, അപ്പം നീ വലിയ ഗാന്ധിജിയാണെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഒരു ചിന്ന ഗാന്ധിജിയാണെന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? പിന്നൊന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ആളുകളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാണ്. അത് സ്വാർത്ഥതയൊക്കെ നമുക്ക് വേണം, ഇല്ല വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് അവർക്ക് ഏതെങ്കിലും വിധേന ഒരു പ്രശ്നമാകുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. പിന്നെ അത് ചെയ്യാൻ പാടില്ല. അപ്പുറത്തെ വീട്ടിൽ ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മളുടെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി നമ്മൾ ആ ചവറ് മുഴുവൻ റോട്ടിലേക്ക് ഇടും. ഇതാണല്ലോ നമ്മളുടെ പണ്ട് മുതലുള്ള ശീലം. അത് തന്നെയാണ് ഇതിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മയത്തേക്ക് അത് വരുമ്പോൾ അപ്പം നമുക്കത് ശരിയാവില്ല. അവിടെ നമ്മൾ പിൻവലിയും. ഇതാണ് ഞാനൊക്കെ പണ്ട് ആലോചിച്ചിരുന്നതാണ്, ഇതെന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചിന്ത വരും. അവിടെയാണ് ഈ ആക്ടിവിസം എന്ന് പറയുന്നൊരു സാധനം നമ്മളെ തലയിൽ പിടിക്കുന്നത്. ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എല്ലാ ദിവസവും ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ആക്ടിവിസത്തിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. അത് ഒരു സോഷ്യൽ ഒരു മൂവ്മെൻ്റ് അവിടെ നമുക്ക് കാണുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു എനർജി, അതാണ് നമുക്ക് ഇതിൻ്റെ ഊർജ്ജമായിട്ട് മാറുന്നത്. ആ ചേഞ്ചാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ യു ബി ദ ചേഞ്ച് എന്ന് പറയുന്നൊരു കാര്യം, അതായത് വേറെ ആളുകൾ വരട്ടെ, അവർ മാറ്റട്ടെ, എന്നിട്ട് മാറാം എന്നൊക്കെ പറയുന്നതിനേക്കാളും ആ മാറ്റത്തിന് നമ്മൾ തന്നെ വഴിവെക്കുക എന്ന് പറയുന്നിടത്താണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആസാദ് നൂറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ബംഗ്ലാദേശിൽ നിന്നുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ സ്വർഗ്ഗത്തിലിരുന്നിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആസാദ് നൂർ ചെയ്തു വെക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെയൊക്കെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അത് ഒന്ന് കൂടുതൽ അറിയാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ്. മുഴുവൻ ഇവിടെ വായിച്ചിരുന്നാൽ സമയം ഒരുപാട് പോകും. ഇതുപോലെ ഇതിനു മുന്നേ വന്നിട്ടുള്ള വാർത്തകളാണ്. 2023 സെപ്റ്റംബറിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. ഐ ഫീൽ ലൈക്ക് ഐ എം സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന ഒരു വാചകം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള, വളരെ പ്രോമിനൻ്റ് ആയിട്ട് ബ്ലോഗിങ്ങിലൂടെയും അതുപോലെ തന്നെ വീഡിയോ ചെയ്തുമൊക്കെ ഇദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇനി ഈ ഒരു ഘട്ടത്തിൽ സമാനമായൊരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനിത് മുന്നേ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഇന്ത്യയിൽ, കേരളത്തിൽ ഞാൻ ജീവിക്കുന്നു. ഇതുപോലെ ഊബറിലും ഓലയിലും യാത്ര എനിക്ക് പോകേണ്ടി വരാറുണ്ട്. ഞാൻ എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊരു ചോദ്യം. അത് വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഒരു തവണ വളരെ പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. എനിക്ക് കുറച്ച് ദൂരെ ഒരു ഔട്ട് സ്റ്റേഷൻ ട്രിപ്പ് വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഏതാണ്ട് 1.5-2 മണിക്കൂറോളം കാറിലിരുന്ന് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഊബറാണ് അന്ന് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഊബറിൽ നോട്ടിഫിക്കേഷൻ വരികയാണ്, ഇന്ന സമയത്ത് പിക്കപ്പ്. അപ്പോൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൽ ആളുടെ ഡ്രൈവറുടെ പേര് ആ സമയമായപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് മുന്നേ 1 മണിക്കൂർ മുന്നേ കണ്ടാണ് അറിയാം. അപ്പോൾ അതിനകത്ത് കാണുകയാണ്, നോക്കിയപ്പോൾ ഒരു മുസ്ലിം നാമധാരി. എൻ്റെ ഉള്ളൊന്ന് പെടഞ്ഞു. എന്തിനാ പെടയുന്നത്? എനിക്ക് മുസ്ലിമിനോടുള്ള വിരോധം കൊണ്ടല്ല, പക്ഷേ ഇസ്ലാം എന്താണ് എന്ന് അറിയുന്നത് കൊണ്ട്. ഇസ്ലാമിൻ്റെ വിശ്വാസിയായ ഒരു മുസ്ലിമാണ് എന്നുണ്ടെങ്കിൽ അവൻ തീവ്രവാദിയാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് എനിക്കറിയാവുന്നതുകൊണ്ട്, അങ്ങനെ ഒരു തീവ്രവാദിയായിട്ടുള്ള ഒരാളാണ് എൻ്റെ ഡ്രൈവറായിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്രമിക്കപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട് എന്നെനിക്കറിയാവുന്നതുകൊണ്ട്, ഇത് മുന്നേ പല സമയങ്ങളിൽ നടന്നിട്ടുള്ളത്, ഇന്ത്യക്ക് വെളിയിൽ പലപ്പോഴും നടന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടു. അപ്പം ഞാൻ ഒന്ന് ശങ്കിച്ചു, ഇതിപ്പോൾ എനിക്കിപ്പോൾ വിളിച്ചത് ക്യാൻസൽ ചെയ്യാനും കഴിയില്ല, കാരണം നമുക്ക് യാത്ര പോയല്ലേ പറ്റുള്ളൂ. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ വലിയ ഒരു
ഇങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നാൽ അധികം ഐ കോണ്ടാക്റ്റ് കൊടുക്കാറില്ല. നമ്മളുടെ പണിയായിട്ട് അവിടെ ബാക്കിലിരിക്കുക, വേറെ നമ്മൾ ആരാണെന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള വലിയ നമ്പറൊന്നും നമ്മൾ പിന്നെ ഇറക്കാറില്ല. അല്ലെങ്കിൽ ഇവരുമായിട്ടൊക്കെ സംഭാഷണമൊക്കെ നടത്തിയാണ് യാത്ര പോകാറുള്ളത്. പക്ഷേ ഇത് മിണ്ടാതിരിക്കും. അങ്ങനെ യാത്ര പോകാൻ വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് പ്രിപ്പയറായി. അതോടൊപ്പം തന്നെ നമ്മളുടെ നാട്ടിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളുടെ മുകളിൽ ഒരു ഗരുഡൻ ആയിക്കൊണ്ട് നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്, ഇൻ്റലിജൻസ് എന്ന് നമുക്ക് വിളിക്കാം. അവരുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. അത് കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അവരിലുള്ള പല ആളുകളുമായിട്ട് നമുക്കുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്നു, പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പോലും ഇത്തരം ആളുകളിൽ നിന്ന് പോലും കിട്ടാറുണ്ട്. അത് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ തുടരുന്നതും. നിങ്ങൾ എത്രയൊക്കെ മുസ്ലിം വിരുദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള ഫീഡ്ബാക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ കോൺടാക്റ്റിലുള്ള വ്യക്തികളുമായിട്ട്, ആ സെക്യൂരിറ്റി പേഴ്സണൽസുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ട്രാവൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, ഞാൻ എനിക്ക് കിട്ടിയ ആ ഡ്രൈവറുടെ ഡീറ്റെയിൽസ്, കാറിൻ്റെ നമ്പർ, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതോടൊപ്പം നമ്മളുടെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മളുടെ ലൈവ് ലൊക്കേഷൻ അത് ഊബറിലും ഓലയിലൊക്കെ ലൈവായിട്ട് ഷെയർ ചെയ്യാൻ കഴിയും. അതും ഈ പോലീസുകാർക്കാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അവരാണ് പിന്നെ നമ്മളുടെ പിന്നാലെ, അവർ നോക്കും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവും. എന്തായാലും ആ രീതിയിലാണ് പിന്നെ അന്നത്തെ യാത്ര. രാവിലെ ഒരു ഉച്ചയ്ക്ക് ശേഷം പോകുന്നു, അതിൽ രാത്രി വളരെയധികം വൈകിയാണ് പിന്നെ തിരിച്ചെത്തുന്നത്. എന്തായാലും ആ യാത്ര തുടങ്ങുന്ന സമയത്ത് എനിക്ക് വലിയൊരു സന്തോഷം തന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആ യാത്രയ്ക്ക് പുറപ്പെടാൻ വേണ്ടി നിന്ന് കാറ് വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുമ്പോൾ കാറ് വരുന്നു. ബാക്കിയുള്ള പശ്ചാത്തല കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. കാറ് വന്നു, ഡോറ് തുറന്ന സമയത്ത് കേൾക്കുന്നത് ഡാഡി മമ്മി വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു സമാധാനമായി. കാരണം എന്താ, ഇങ്ങനെ പാട്ട് കേൾക്കുന്ന കാക്കാനാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരു കുളിർമ. കാരണം എന്താണ്, നമുക്ക് അറിയാം അനാറ്റമി ഓഫ് ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ചാർട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതായത് ആ ചാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒരു മുസ്ലിമിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവനെ നിങ്ങൾക്ക് ഒരു 5 ലെവൽസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പാട്ട് കേൾക്കുന്ന, ഓണം ഉണ്ണുന്ന, ക്രിസ്മസ് കേക്ക് കഴിക്കുന്ന മുസ്ലിമാണോ, നിങ്ങൾക്ക് അവനെ ധൈര്യമായിട്ട് വിശ്വസിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് തക്കിയയുടെ ഭാഗമായിട്ട് തീവ്രവാദികൾ ഓണവും ക്രിസ്മസും ഉണ്ണാൻ തുടങ്ങുമ്പോൾ അത് വേറെ വിഷയമാണ്. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. തക്കിയ എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ് ഇതിൻ്റെ മേഖലയിലൊരു വലിയ വിഷയമാകുന്നത്. അതുപോലും അറിയാത്ത യുക്തിവാദികളാണ് ഇവിടെ വലിയ യുക്തിവാദികളായിട്ട് നടക്കുന്നതെന്നുള്ളത് വേറൊരു വിഷയം. പോട്ടെ, എന്തായാലും ഇങ്ങനെ നമുക്ക് കേൾക്കാനിട വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് കൂൾ ഡൗൺ ഒരു മൊമെൻ്റാണ് അവിടെ ഉണ്ടായത്. പിന്നെ വണ്ടിയിൽ കയറി, പാട്ട് പുള്ളി നിർത്തുന്നില്ല. പുള്ളി പല പാട്ടുകളിടുന്നു, എന്നോട് ചോദിക്കുന്നു പാട്ട് ഏതാ വേണ്ടതെന്ന്. കാരണം ലോങ് ഡ്രൈവാണ്. അങ്ങനെ പാട്ടുകൾ മാറ്റുന്നു. പുള്ളിയുടെ പണിയെടുക്കുന്നു, ഞാൻ എൻ്റെ പണിയായിട്ട് പിന്നിലിരിക്കുന്നു. അങ്ങനെ യാത്ര പോയി. വളരെ ജോളിയായിട്ടുള്ളൊരു യാത്രയായിട്ട് പോയി. എന്തായാലും ആ ഒരു ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം എങ്ങാനും ഒരു തീവ്രവാദി മുസ്ലിം ആയിരിക്കുമോ എന്നൊരു ഭയം. അതവിടെ ഉണ്ടായില്ല. അതൊരു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവസാനം ഭംഗിയായിട്ട് യാത്ര അവസാനിപ്പിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സമാനമായ ഒരു യാത്ര ഈ ആസാദ് നൂർ പോകുന്നു. ആസാദ് നൂറിനും നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷേ എനിക്ക് ഉണ്ടായതിൽ നിന്നും മറിച്ച് ഉണ്ടായ അനുഭവമാണ് ആസാദ് നൂർ ഫേസ് ചെയ്യേണ്ടി വന്നത്. ഇറങ്ങുന്ന നേരത്ത് അദ്ദേഹത്തെ ആദ്യം വഴി തെറ്റിച്ച് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നു, അദ്ദേഹത്തിൻ്റെ താവളത്തിലേക്കോ അല്ലെങ്കിൽ കൂട്ടാളികളുടെ അടുത്തേക്ക്. കാരണം നമുക്കറിയാം ഓല ഊബറിൽ ഒരു ബട്ടണുണ്ട്. അത് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഒരു ഹസാർഡ് ബട്ടണെന്നോ അങ്ങനെയാണ് അതിന് പറയുക. ഒരു റോഡ് ഡോറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു അലാമാണ് അവിടെ പോവുക. പല രീതിയിൽ അതൊരു സെക്യൂരിറ്റി ഇവൻറ്റ്സ് അത് ഇനീഷ്യേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അറിയുന്നത്. ഞാൻ ഇതുവരെ ഞെക്കി നോക്കിയിട്ടില്ല. എന്തായാലും ആ തരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് പോലും ഉള്ളതാണ്. നമുക്ക് മൊബൈൽ ആപ്പിലും അത് ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള സംഗതി ആയതുകൊണ്ട് എന്നിട്ട് പോലും ഇത് ചെയ്യാൻ വേണ്ടി മുതിർന്ന ഈ കാക്കാൻ കുഞ്ഞിനെയാണ് ഞാനിവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കണ്ട് പഠിക്കണം നമ്മൾ തീവ്രവാദികളെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അയാളൊരു ധൈര്യം. എന്തായാലും കഷ്ടിച്ച് ആസാദ് നൂർ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്തും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെ ദിനേനയെന്നോണം പോയിക്കൊണ്ടും ഞാനൊക്കെ പോകുന്ന വഴികൾ എല്ലാ ദിവസവും മാറ്റി നമുക്ക് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് നിങ്ങളെ ഒന്ന് ഉണർത്തുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു, വലിയ തട്ടൊന്നും കിട്ടാതെ ഇതുവരെ പോകുന്നു.
പോപ്പുലർ ഫ്രണ്ടുകാരെയൊക്കെ കുറച്ച് പേരെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഇതുപോലെ ഇങ്ങനെ തല അവിടെ ഇരിപ്പുണ്ട്. ആളുകൾ ചോദിക്കാറുണ്ട് ഇതൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്താ ആരിഫിൻ്റെ തല പോകാത്തതെന്ന്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു മടുത്താണ്. കാക്കാൻ കുഞ്ഞുങ്ങളുടെ വിചാരം അത് ഇസ്ലാമിൻ്റെ എന്തോ ഔദാര്യമാണെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇത് ജീവിക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ടും ഇതുപോലെയുള്ളൊരു സ്ഥലത്തിരുന്ന് അമ്മാതിരി പോക്കരിത്തരം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇസ്ലാമിൻ്റെ കഥ ബാക്കി ഉണ്ടാവില്ല എന്നതും നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നതായിരിക്കും. അത് മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ പറയാനുള്ളൂ. ഇനി ഈ തരത്തിൽ ഈ മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല എന്ന് പറയുന്ന തലത്തിലുള്ള വിഷയങ്ങൾ എല്ലാ ദിവസവും പല കാലങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയാറുണ്ടെങ്കിലും ഉദാഹരണങ്ങൾ ഏറ്റവും ഒടുവിൽ കിട്ടിയതും കുറച്ച് അടുത്തായിട്ട് നമ്മൾ കേട്ടതുമൊക്കെ ഒന്ന് പങ്കുവെച്ചിട്ട് നമുക്കിത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്.